മലയാള സിനിമയിൽ ഇപ്പം യൂത്തന്മാരുടെ കയ്യാങ്കളിയാണ്. അടിപൊളിയായിട്ടാണ് യൂത്ത് ഇടിച്ചു കയറി വരുന്നത്. ഇപ്പം ഹാഷിറും ടീമും 100 കോടി നേടി വാഴ 2 ഗംഭീരമായിട്ട് കുതിക്കുമ്പം ഇതിനകത്ത് ഏറ്റവും പ്രബലനായിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് നസിലാണ്. നസിലാണ് അത്യാവശ്യം ഈ ഒരു 5-6 കൊല്ലമായിട്ട് യൂത്തന്മാരിൽ ഇച്ചിരി ടോപ്പ് നിൽക്കുന്നത്. നസിലിനെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഹേറ്റേഴ്സ് അധികം ഇല്ലാത്തതാണ്. നസിലിന്റെ ഒരു രക്ഷയില്ലാത്ത പ്രൊജക്റ്റുകളാണ് 2026, 2027. പക്ഷേ മമ്മൂട്ടിക്കോ മോഹൻലാലിനോ ഇത്രയും വലിയ സംവിധായകരാണ്. ഈ പ്രൊജക്റ്റുകളെല്ലാം ഗംഭീരമായി വരണം, എന്നാൽ പോലും ഗംഭീര പ്രൊജക്റ്റുകൾ. അതിനകത്ത് അഭിനവ് സുന്ദർ നായക്, പുള്ളിയുടെ മോളിവുഡ് ടൈംസ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്നത്. ഇന്നലെ അതിന്റെ പാട്ടൊക്കെ കഴിഞ്ഞ ദിവസം ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് ഡാൻസും ഒക്കെ ചെയ്ത് നല്ല നസിലിനുള്ള തകർത്തിട്ടുണ്ട്. 2 നമ്മുടെ അമൽ നീരദിന്റെ ഒരു പടം കിട്ടാൻ കൊതിക്കുന്ന താരങ്ങളാണ് കൂടുതലും. അമൽ നീരദിന്റെ പടത്തിനകത്ത് പ്രധാനപ്പെട്ട നായകന്മാരിൽ ഒരു കുറെ നായകന്മാർ ആ സിനിമയിലുണ്ട് എങ്കിൽ പോലും ബാച്ചലർ പാർട്ടി 2 ആണ്. അതിനകത്ത് നസിലിനാണ് അതിനകത്ത് കേന്ദ്ര കഥാപാത്രങ്ങളൊന്ന് അവതരിപ്പിക്കുന്നത്. തരുൺ മൂർത്തിയുടെ ടോർപിഡോ, ആസിഫ് അലിയും എല്ലാം ഉണ്ടെങ്കിൽ പോലും നസിലിനും അതിനകത്ത് പ്രധാനപ്പെട്ട ക്യാരക്ടർ ഉണ്ട്. ഇനി സൂര്യയുടെ കൂടെ തമിഴ് പടം, അതും നമ്മുടെ ആവേശത്തിന്റെ ജിത്തു മാധവനോടൊപ്പം തമിഴ് പടവും ചെയ്യുന്നുണ്ട് നസ്ലിൻ. ആദ്യമായി മമ്മൂട്ടിയോടൊപ്പം നസ്ലിൻ 2026 അഭിനയിക്കുന്നുണ്ട്. മട്ടാഞ്ചേരി മാഫിയ, ഖാലിദ് റഹ്മാനാണ് അതിന്റെ സംവിധാനം. ഇതും ഈ വർഷം ഷൂട്ടിംഗ് തുടങ്ങി, അടുത്ത വർഷം റിലീസ് ചെയ്യുന്ന സിനിമയാണ്. ലോക 2വിനകത്ത് ലോക 1-നകത്ത് ഗംഭീര ക്യാരക്ടറാണ്, അടിപൊളിയായിട്ട് നസ്ലിൻ ചെയ്തിട്ടുണ്ട്. ലോക 2വിനകത്ത് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടർ തന്നെയാണ് നസ്ലിന്. അതും ഈ വർഷം റിലീസ് ചെയ്ത് 2027 ഓണമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാം അത്യാവശ്യം കറക്റ്റായിട്ട് വന്നാൽ സൂപ്പർ ഹിറ്റും മെഗാ ഹിറ്റും ഒക്കെ അടിക്കാൻ ചാൻസ് ഉള്ള സിനിമയാണ്. എന്തായാലും ഗംഭീര വമ്പൻ പ്രോജക്റ്റുകളുമായിട്ടുള്ളൊരു യുവതാരം തന്നെയാണ് നസ്ലിൻ.